കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ അക്കൗണ്ടിങ് ഫോർ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്, ലൈക്ക് എൻട്രൻസ് ഫീ, അഡ്മിഷൻ ഫീസ്, പിന്നെ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻസ്, മൂന്നാമത്തെ ലെഗസി, പിന്നെ ജനറൽ ഡൊണേഷൻ ഓർ സ്പെസിഫിക് ഡൊണേഷൻ, പിന്നെ ഹോണറേറിയം, ഈ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്, ഇതിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, അതിന്റെ ട്രീറ്റ്മെന്റ് സ്പെസിഫിക് ആയിട്ട് പഠിക്കണം മക്കളെ. അതിന്റെ ലോജിക്ക് ചിന്തിച്ചാൽ ട്രീറ്റ്മെന്റ് ഈസി ആവും. ഓക്കെ, എൻട്രൻസ് ഫീ ഓർ അഡ്മിഷൻ ഫീസ് സ്മോൾ എമൗണ്ട് ആണെങ്കിൽ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ബിഗ് എമൗണ്ട് ആണെങ്കിൽ ക്യാപിറ്റൽ റെസിപ്റ്റ്, ലയബിലിറ്റി സൈഡിൽ എന്ത് ചെയ്യുക, എൻട്രൻസ് ഫീ ഓർ അഡ്മിഷൻ ഫീസ് എന്നിട്ട് കാണിക്കാം. ഓക്കെ, പിന്നെ സ്പെസിഫിക് ആയിട്ട് നമ്മളോട് ചിലപ്പോൾ പറയും 50% അല്ലെങ്കിൽ 40% ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുക, 60% ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന. ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഷീറ്റ്, റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സബ്സ്ക്രിപ്ഷൻസ് ഓൾവേസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പിന്നെ ഹോണറേറിയം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ എക്സ്പെൻഡിച്ചർ പെയ്ഡ്, ഇറ്റ് ഈസ് ആൻ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ്, ഇറ്റ് ഈസ് ആൻ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ്. എന്തിനു വേണ്ടിയിട്ട്? അതായത് ഒരു പ്രൊഫഷണലിന് കൊടുക്കുന്ന എമൗണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ സാലറി. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ സാലറി. അതിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൈഫ് മെമ്പർഷിപ്പ് ഫീസ്. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറഞ്ഞാൽ ജനറലി ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ബാലൻസ് ഷീറ്റിൽ ഒന്നുകിൽ നമ്മൾ ജനറൽ ഫണ്ടോ ക്യാപിറ്റൽ ഫണ്ടിലോ കൂടെ ആഡ് ചെയ്യും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് ട്രീറ്റ് ചെയ്യും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അമോർട്ടൈസ് ചെയ്യും. അമോർട്ടൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, ഇപ്പൊ ആദ്യം എനിക്ക് പറയാൻ കഴിയില്ല. ഓക്കെ, പിന്നെ ലെഗസി എന്ന് പറയുമ്പോൾ ഒരു എമൗണ്ട് കിട്ടുന്നത് അതൊരു ബൾക്ക് എമൗണ്ട് ആയിരിക്കും, ചിലപ്പം ക്യാഷ്, ചിലപ്പം അസറ്റ്സ്. ഓക്കെ, ഇത് എപ്പോൾ കിട്ടും? ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അത് ബില്ലായിട്ടാണ് അവർ എഴുതി വെക്കുക. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഫണ്ട് ഈ ട്രസ്റ്റിൽ പോകണം. ഓട്ടോമാറ്റിക്കാണ് നമ്മുടെ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ ഫണ്ടിന് കൂടെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ലെഗസി എന്ന് പറഞ്ഞ ഐറ്റം കാണിക്കാം. ഓക്കെ, പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഡൊണേഷൻ. ജനറൽ ഡൊണേഷൻ ഉണ്ട്, സ്പെസിഫിക് ഡൊണേഷൻ ഉണ്ട്. ജനറൽ ഡൊണേഷൻ നമ്മൾ എന്ത് ചെയ്യുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. സ്പെസിഫിക് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റെസിപ്റ്റ്, ബാലൻസ് ഷീറ്റ്. ഓക്കെ, ഇതൊക്കെ പറഞ്ഞതിന് ശേഷം സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ആയിട്ട്, അതായത് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കൊല്ലം നമുക്ക് കിട്ടിയ എമൗണ്ട്, അതിൽ കറണ്ട് ഇയർ ഉണ്ട്, നെക്സ്റ്റ് ഇയർ ഉണ്ട്, പ്രീവിയസ് ഇയർ ഉണ്ട്. ഓക്കെ, എല്ലാ ഇയറും ഉണ്ട്. ആ റെസിപ്റ്റ് റിസീവ്ഡ് മാത്രമേ ഉണ്ടാവും. പക്ഷെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഈ കൊല്ലത്തെ ഇൻകം ഓർ എക്സ്പെൻഡിച്ചർ മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കറണ്ട് ഇയർ മാത്രമേ ട്രീറ്റ് ചെയ്യാൻ പറ്റും. പ്രീവിയസ് ഇയറും നെക്സ്റ്റ് ഇയറും നമ്മൾ എന്ത് ചെയ്യണം, എലിമിനേറ്റ് ചെയ്യണം. അത് മാത്രമല്ല, ഈ കൊല്ലം കിട്ടാത്ത എമൗണ്ട് അല്ലെങ്കിൽ പേ ചെയ്യാത്ത എമൗണ്ട് അത് എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. അതേപോലെ കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഈ കൊല്ലത്തിന്റെ കൂടെ ആഡ് ചെയ്യണം. മക്കളെ, പ്രീപെയ്ഡ് എക്സ്പെൻസ് ഓർ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണം. ഈ 4 അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, സബ്സ്ക്രിപ്ഷൻസ് ടു ബി ഡെബിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഓർ എക്സ്പെൻസസ് ടു ബി ഡെബിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കിട്ടും. ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു 2 ബേസിക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾ അത് വീട്ടിൽ പോയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ അത് ചെയ്യണം. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് അതിലുള്ള കൺസെപ്റ്റ് മൊത്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നമുക്ക് 2 രീതിയിൽ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഒന്ന് ട്രയൽ ബാലൻസ് വെച്ചിട്ട്, ഒന്ന് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വെച്ചിട്ട്. ട്രയൽ ബാലൻസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അതിൽ ക്യാപിറ്റൽ ഫണ്ട് ഉണ്ടാവും, ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് മാത്രം. പക്ഷേ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വെച്ചിട്ടാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു പുതിയ ഐറ്റം ആണ്. ഒന്നുമില്ല, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഡേറ്റ് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുക, എന്താ പറയുക, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. പിന്നെ നമ്മൾ അടുത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അതായത് 2 റിലേറ്റഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നെറ്റ് ചെയ്തിട്ട് കാണിക്കണം. ഓക്കെ, അതായത് ഗ്രോസ് ആയിട്ട് കാണിക്കണം, നെറ്റ് ചെയ്ത് കാണിക്കണം. അതായത് ഇൻകം കൂടുതലാണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ, എക്സ്പെൻസ് കൂടുതലാണെങ്കിൽ ഡെബിറ്റ് സൈഡ്. അതിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്, അതായത് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഈ ട്രസ്റ്റസോ അല്ലെങ്കിൽ ക്ലബ്സോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ട്രേഡിംഗ് ആക്ടിവിറ്റിയുടെ റിസൾട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിച്ചാൽ മതി. പക്ഷെ ചിലപ്പോൾ നമ്മുടെ അടുത്ത് ഉണ്ടാവും, ഗുഡ്സ് ഉണ്ടാവും, നമ്മൾ വാങ്ങിക്കുന്നുണ്ടാവും, നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ, പക്ഷെ അത് ഫ്രീ ഓഫ് കോസ്റ്റിനാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സെയിൽസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്, കൺസ്യൂംഡ് എത്രയും കണ്ടുപിടിക്കണം, മെറ്റീരിയൽ കൺസ്യൂംഡ് എത്രയും കണ്ടുപിടിക്കണം. ഇനി മെറ്റീരിയൽ കൺസ്യൂംഡ് കണ്ടുപിടിക്കുമ്പോൾ ഇഫ് നമുക്ക് പെർച്ചേസ് അറിയില്ലെങ്കിൽ നമ്മൾ പെർച്ചേസ് കണ്ടുപിടിക്കണം. പെർച്ചേസ് എങ്ങനെ കണ്ടുപിടിക്കുക, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് പെർച്ചേസ് കണ്ടുപിടിക്കാൻ പറ്റും. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ എന്താ പറയുന്നത് വെച്ചാല്,
ഓക്കെ. സബ്സ്ക്രിപ്ഷൻ റിലേറ്റഡ് ആയിട്ട് വേറൊരു രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് കൂടിയുണ്ട്, ശ്രദ്ധിക്കല്ല. നമ്മൾ നേരത്തെ കേസിലെല്ലാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എത്രയാണോ സബ്സ്ക്രിപ്ഷൻസ് ട്രീറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്തത് കണ്ടുപിടിക്കുകയും ചെയ്തു. ഫോർ എക്സാമ്പിൾ ആഡ് മൈനസ് അങ്ങനെ എന്തെല്ലോ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു എമൗണ്ട് കണ്ടുപിടിച്ചു, ശരിയല്ലേ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് സബ്സ്ക്രിപ്ഷൻ എത്രയാണോ ട്രീറ്റ് ചെയ്യേണ്ടത് അത് നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കുകയും ചെയ്തു. ഇനി ചില കേസ് ഉണ്ട് മക്കളെ, അത് സിമ്പിളാണ് ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ. അതായത് നമ്മളോട് പറയും 500 മെമ്പേഴ്സ് ആണ് ഉള്ളത്, 100 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ഫീസ്. എത്രയാണ്? 100 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ഫീസ്. ഒരു കൊല്ലം 500 മെമ്പേഴ്സും 100 രൂപ സബ്സ്ക്രിപ്ഷൻ ഫീസ് തരണം. അങ്ങനെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്, അതായത് 500 മെമ്പേഴ്സ് ഉണ്ട്, 100 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ഫീസ്. അങ്ങനെയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട. നിങ്ങൾ ഡയറക്റ്റ് എന്ത് ചെയ്താൽ അറിയോ? നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട എമൗണ്ട് എന്ന് വെച്ചാൽ 50,000 രൂപയാണ്. എത്രയാണ്? 50,000 രൂപ. 500 × 100 50,000 രൂപ. ഓക്കെ സർ, കിട്ടിയോ കിട്ടിയില്ലോ? നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ട് കിട്ടിയോ കിട്ടിയിട്ടുള്ളൂ റെലവെന്റ് അല്ലല്ലോ. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ട് കിട്ടിയോ കിട്ടിയിട്ടില്ല എന്നുള്ളത് റെലവെന്റേ അല്ല മക്കളെ. സർ അത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഡീറ്റെയിൽസ് തന്നെ അത് എന്തിനു വേണ്ടിയിട്ടാണ്? മക്കളെ ശ്രദ്ധിച്ചോ, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ അതും ഈ 50,000 വെച്ചിട്ട് കമ്പയർ ചെയ്യാം. അതും ഈ 50,000 വെച്ചിട്ട് കമ്പയർ ചെയ്യാം. ഇപ്പൊ കിട്ടിയതും കിട്ടാത്തതും തമ്മിലുള്ള ഡിഫറൻസ് ഔട്ട്സ്റ്റാൻഡിങ് അത് നമ്മൾ ഈക്വൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കുക, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണെന്ന് വിചാരിച്ചു. ഓക്കെ, ഇത് 2015-16. ഓക്കെ, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട് 2014-15 10,000 രൂപ, 2015-16 42,500, 2016-17 3,500. ഇതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ 2014-15 വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷൻ കിട്ടിയത് 10,000 രൂപ. അതിന്റെ അർത്ഥം കഴിഞ്ഞ കൊല്ലം മിനിമം 10,000 രൂപ കിട്ടാനുണ്ട്. മനസ്സിലാകുന്ന മക്കളെ? അതായത് ഈ കൊല്ലം 2014-15 വേണ്ടിയിട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ മിനിമം കഴിഞ്ഞ എത്ര കിട്ടാണ്ട്? 10,000 കിട്ടാനുണ്ട്. ഓക്കെ, അടുത്തത് 2015-16 നമുക്ക് കിട്ടിയത് 15-16 വേണ്ടിയിട്ട് കിട്ടിയത് 42,500 രൂപ. എത്രയാണ്? 42,500 രൂപ. മക്കളെ മനസ്സിലാക്കേണ്ടത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡ് 31st March 2016 ആണെങ്കിൽ ആ കൊല്ലം കിട്ടുന്ന 3 ഫണ്ടാണ്. സബ്സ്ക്രിപ്ഷൻ സാധാരണ നമുക്ക് ഒറ്റ എമൗണ്ട് ആയിട്ട് തരും, റിസീവ്ഡ് എന്ന് പറഞ്ഞു. ഇവിടെ എന്താ തരാന്ന് വെച്ചാൽ ഓരോ കൊല്ലത്തായിട്ട് തരും. 2014-15 വേണ്ടിയിട്ട് കിട്ടിയത് ഇത്ര പൈസ, 2015-16 കിട്ടിയത് ഇത്ര പൈസ, 2016-17 വേണ്ടി കിട്ടിയത് ഇത്ര പൈസ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇത് 2014-15 വേണ്ടി 10,000 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ മിനിമം നമുക്ക് കഴിഞ്ഞ കൊല്ലം കിട്ടാനുള്ളത് 10,000 രൂപയാണ്. ശരിയല്ലേ? കഴിഞ്ഞ കൊല്ലം 10,000 രൂപ കിട്ടാനുണ്ടെങ്കിലല്ലേ നമുക്ക് ഈ പ്രാവശ്യം 10,000 രൂപ കിട്ടും, അല്ലേ? ഒന്ന്. രണ്ടാമത്തത് 2015-16 കിട്ടിയത് 42,500 ആണ്. നിങ്ങൾ നോക്കിയാട്ടെ, നമുക്ക് എത്ര കിട്ടാനുള്ളത്? 50,000. നമുക്ക് എത്ര കിട്ടിയിട്ടുള്ളൂ? 42,500. ബാക്കി 7,500 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്. 2015-16. ഓക്കെ, 2015-16 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്. ഇനി 2016-17 3,500 കിട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ കൊല്ലം കിട്ടി, അടുത്ത കൊല്ലത്തേക്ക് അഡ്വാൻസ്. അതായത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. എത്ര എമൗണ്ട്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 2015-16. ഇതാണ് സംഭവം. മക്കളെ ഒരു കാര്യം മനസ്സിലായിക്കോ, ഇവിടെ വലിയ കാൽക്കുലേഷൻസിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ നമ്മളായ ഓരോ ഐറ്റം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം കാൽക്കുലേഷൻസ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻറ്റു സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത അതാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യുന്നത്. അതിലൊരു മാറ്റവും ഇല്ല. നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻറ്റു എന്ത്? സബ്സ്ക്രിപ്ഷൻ. ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പോയി. 2016 ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ
ഒന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ എസ്യൂം ചെയ്യും 2014-15 ഫിനാൻഷ്യൽ ഇയറിൽ 10,000 രൂപ കിട്ടാനുണ്ട്, അതിപ്പം കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ ആസ് ഓൺ 31/3/2015 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നിട്ട് 10,000 രൂപ കാണിച്ചു. ഓക്കെ, ഇതാണ് ഒരു ട്രീറ്റ്മെന്റ്. ഇനി സർ കഴിഞ്ഞ കൊല്ലം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഒന്നും പറയുന്നില്ലെങ്കിൽ കാണിക്കണ്ട, പറയുന്നുണ്ടെങ്കിൽ കാണിക്കണം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കഴിഞ്ഞ കൊല്ലം ഉണ്ടെങ്കിൽ, കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലത്തേക്ക് എന്തെങ്കിലും എമൗണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കണം. ഇവിടെ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഇവിടെ ഒന്നും പറയാത്തതുകൊണ്ട് 0. സർ ഈ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസിന് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ 50,000 ഇമ്പാക്ട് ഉണ്ടോ? ഇല്ല മക്കളെ. 50,000 എന്ന് പറയുന്നത് കിട്ടിയത് കിട്ടാത്തത് അങ്ങനെ എല്ലാം കൂടി ഈ കൊല്ലം എത്രയാണോ കിട്ടേണ്ടത് അതാണ് നമ്മൾ കാണിക്കാം. മക്കളെ പറയുന്ന മനസ്സിലാകുന്നില്ല. ഇനി അത് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31/3/2016 നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് മറ്റ് കാണിക്കണം. അതായത് ഈ കൊല്ലം സബ്സ്ക്രിപ്ഷൻ കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല. നിങ്ങൾ നോക്കിയാട്ടെ, 50,000 ടോട്ടൽ കിട്ടാനുള്ളത്. എത്രയാ നമുക്ക് കിട്ടിയത്? 42,500. നമ്മൾ എന്ത് ചെയ്യണം? 7,500 ഇവിടെ കാണിക്കേണ്ടത്. എങ്ങനെയാണ്? 50K മൈനസ് 42,500. നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചാൽ മതി. എത്രയാണോ കിട്ടാനുള്ളത് അതിൽ നിന്ന് കിട്ടിയത് മനസ്സിലാവും. 2016-17 അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാം? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് എത്ര കാണിക്കണം? 3,500 കാണിക്കണം. ഇതാണ് സംഭവം. സിമ്പിൾ ആയിട്ട് പറഞ്ഞതിന് ഇത്രേ ചെയ്യേണ്ട കാര്യം. ഓക്കെ, മക്കൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബൈ സബ്സ്ക്രിപ്ഷൻസ്. ഓക്കെ, ബ്രാക്കറ്റിൽ 500 into 100 50,000. വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ നിങ്ങളോട് അടുത്തൊരു എക്സാമ്പിൾ ചോദിക്കണം. ഓക്കെ, receipts and payment account, subscriptions received during the year എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം കിട്ടിയതാണ്. ഏതെല്ലാം പുറത്തേക്ക് വേണ്ടിയിട്ട്? 2014-15, 2015-16, 2016-17. ഓക്കെ, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് 2015-16 നമ്മുടെ കൊല്ലം. 15,000, 42,500, 4,500. ഓക്കെ, പിന്നെ 500 into 100 മെമ്പേഴ്സ്. 500, 100 സബ്സ്ക്രിപ്ഷൻ ഫീസ്. അതിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ്. നേരത്തെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടുണ്ടായില്ല, ഇപ്പൊ ഒരു ഡീറ്റെയിൽസ് ആണ്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഡ്യൂറിംഗ് 2014-15 were 18,000. Subscription outstanding during 2014-15 were 18,000. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് കാണിക്കണ്ടേ? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എത്രയാണ് കാണിക്കേണ്ടത്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എത്രയാണ് കാണിക്കേണ്ടത്? പെട്ടെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് 50,000 കാണിക്കണം. അങ്ങനെയാ 500 into 100. ഓക്കെ, പിന്നെ നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ 2014 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് പറഞ്ഞിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് 18,000 രൂപ തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ കാണിക്കേണ്ടത്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ 15,000 അല്ലേ കാണിച്ചത്. ആ ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറയുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ 15,000 ട്രീറ്റ് ചെയ്തത്. അതായത് എത്രയോ എമൗണ്ട് കിട്ടാനുണ്ട്, ഇപ്പൊ 15,000 രൂപ കിട്ടി. വേറെ ഒന്നും പറയുന്നതിന് നമ്മൾ എത്രയോ എമൗണ്ട് എന്ന് പറയുന്നത് കിട്ടാനുള്ളത് 15,000. ഓക്കെ, പക്ഷേ 15-16 ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 2 ഹെഡ് പ്രിപ്പയർ ചെയ്യും. 14-15, 15-16. 15-16 50,000 കിട്ടാനുണ്ട്, 42,500 കിട്ടി. ബാക്കി എത്ര കിട്ടാനുള്ളത്? 7,500. പക്ഷെ 14-15 നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് കാട്ടും. സർ അതെങ്ങനെ വരാം? 2014-15 കിട്ടാനുള്ളത് ഇപ്പിയും കിട്ടാനുണ്ടെങ്കിൽ അത് ലയബിലിറ്റി അസറ്റ് അല്ലേ? 2014-15 ഒരു എമൗണ്ട് കിട്ടാനുണ്ട്, അത് ഇപ്പിയും കിട്ടിയിട്ടില്ലെങ്കിൽ അത് അസറ്റ് അല്ലേ? 18,000 കിട്ടാനുണ്ട്, 15,000 കിട്ടി, 3,000 കിട്ടാനുണ്ട്. ആ 3,000 നമ്മൾ എന്ത് ചെയ്യണം? അസറ്റ് ആയിട്ട് കാണിക്കണം. 18,000 മൈനസ് 15,000. ഓക്കെ അല്ലെ?
ഈ ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തത് ചെറുങ്ങനെ റൂട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. ഒരു 90% ആൾക്കാർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. പ്രോബ്ലം ചെയ്യാൻ പറ്റാത്തവരൊന്നും പേടിക്കണ്ട. അതായത് ഈ എക്സാം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയിട്ട് പേടിക്കുക വേണ്ട, നമ്മൾ പ്രോബ്ലം ചെയ്യും. ഓക്കെ, ഇത് എക്സാമ്പിൾസ് ആണ്. ഇത് ഫസ്റ്റ് ഞാൻ പറയുമ്പോൾ തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ലെവൽ എന്ന് പറയും. പറ്റിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, പറ്റിയിട്ടില്ലെങ്കിലോ ഞാൻ പറഞ്ഞിട്ട് പഠിച്ചാൽ മതി. എങ്ങനെയായാലും പഠിക്കലല്ലേ ഇമ്പോർട്ടൻസ്. പറയുന്ന മനസ്സിലാവുന്നുണ്ട? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഒന്നും ഒരു മാറ്റമില്ല, 4500 തന്നെ ആണ്. ഓക്കെ, സബ്സ്ക്രിപ്ഷന്റെ റിലേറ്റഡ് ആയിട്ട് നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ പ്രോബ്ലം പഠിച്ചു. ഒന്ന് നമ്മൾ ആഡും മൈനസിലും ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത് റെസിറ്റ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്തത് ഒരു മിക്സ്ചർ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ എത്രയാണ് മെമ്പേഴ്സ് എന്ന് അറിയാം, എത്രയാണ് സബ്സ്ക്രിപ്ഷൻ ഫീസ് എന്ന് അറിയാം, അതിനനുസരിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കും ഇന്നത്തേക്ക് ഫിനിഷ് ആയി. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വെച്ചാൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമ്പർ 2, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ ഡ്യൂറിംഗ് ദി ഇയർ ended 31st March 2016. ഓക്കെ, ഡ്യൂറിംഗ് ദി ഇയർ ended 31st March 2016. During the year ended 31st March 2016, സച്ചിൻ ക്രിക്കറ്റ് ക്ലബ്, ഓക്കെ, സച്ചിന്റെ ക്രിക്കറ്റ് ക്ലബ്ബാണ്, പേരിലൊന്നും ഒരു കാര്യമില്ല. റിസീവ്ഡ് സബ്സ്ക്രിപ്ഷൻസ് ആസ് ഫോളോസ്. ഓക്കെ, received subscriptions as follows. എന്നിട്ട് എന്താ പറയുന്നത് വെച്ചാൽ for year ending 31st March 2015, 12,000 rupees. ഓക്കെ, ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇതായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഒന്നുമില്ല, ഫോർ ദി ഇയർ 31st March 2015, 2015 വേണ്ടിയിട്ട് കിട്ടിയത് 12,000 രൂപ, 2016 വേണ്ടിയിട്ട് കിട്ടിയത് 6,15,000 രൂപ, 2017 വേണ്ടിയിട്ട് കിട്ടിയത് 18,000 രൂപ. ടോട്ടൽ ഈക്വലം കിട്ടിയത് 6,45,000 രൂപ. ആ ടോട്ടൽ കിട്ടിയതില്ലേ, അത് അഴങ്ങണ്ടവിടെ വെച്ച് അത് ചെയ്യാം, വേസ്റ്റ് ആണ്. ഓക്കെ, ടോട്ടൽ തന്നെ കണ്ടുകഴിഞ്ഞാൽ അത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആകാശത്തേക്ക് ഒക്കെ ഒന്നും വേണ്ട, ഒഴിവാക്കിയോ 3 മാത്രം മതി. There are 500 members and annual subscription is rupees 1,500 per member. ഓട്ടോമാറ്റിക് മനസ്സിലാക്കേണ്ട 500 into 1,500 ആണ് നമ്മുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡീറ്റെയിൽ എമൗണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി വായിക്കുന്നത് ശ്രദ്ധിച്ചു. On 31st March 2016, a sum of rupees 15,000 was still in arrears എന്ന് പറഞ്ഞാൽ outstanding. Okay, for subscription for the year ended 31st March 2015. അതായത് നമുക്ക് വായിച്ചുതരാം. 2016 ഞാൻ നോക്കുമ്പോ ഒരു 15,000 രൂപ still in arrears ഇപ്പോഴും arrears ആണ് for subscriptions. Okay, subscription കിട്ടാനുള്ള arrears ആണ്. ഏത് കൊല്ലത്തേക്ക് വേണ്ടി? for the year ended 31st March 2015. 2015 എത്രയോ എമൗണ്ട് കിട്ടാനുണ്ട്. ആ കിട്ടാനുള്ള എമൗണ്ട് 12,000 കിട്ടിയില്ലേ, എന്നിട്ട് ഇപ്പൊ ബാക്കി എന്നിട്ടും 15,000 എന്തുണ്ട്, ലയബിലിറ്റി ഉണ്ട് എന്നാ പറയുന്നത്. സോറി, അസറ്റ് എന്ന് പറയുന്നത്. ഇനിയും കിട്ടാനുണ്ട് എത്ര? 15,000 രൂപ. അതായത് 2015 എത്രയോ കിട്ടാനുണ്ട്. നമുക്ക് എന്നിട്ട് എന്ത് ചെയ്ത് 2016 12,000 രൂപ കിട്ടി, കഴിഞ്ഞ കൊല്ലത്തേക്ക് റിലേറ്റഡ് ആയിട്ട്. എന്നിട്ടും നമ്മൾ സ്റ്റിൽ ഇൻ അരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ബാക്കിയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ തന്ന സെന്റൻസും ഇതും ഡിഫറെന്റ് ആണ്. ഇപ്പൊ പറയുന്നത് on 31st March 2016 a sum of 15,000 was still in arrears ഇപ്പോഴും ഉണ്ട് for subscription for the year ended 31st March 2015. Ascertain amount of subscription that will appear on the credit side of income and expenditure account. Income and expenditure account എത്ര ട്രീറ്റ് ചെയ്യാം? 1,500 into 500. പിന്നെ പറയുന്നത് വെച്ചാൽ also show how the items would appear in the balance sheet as on 31st March 2015 and balance sheet as on 31st March 2017. അല്ല മക്കളെ, 16 ആണ്, തെറ്റാണ്. 16 balance sheet as on 31st March 2016 ആണ് വരാം, 17 ക്വസ്റ്റ്യൻ തെറ്റിപ്പോ, നമ്പർ തെറ്റിപ്പോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ടേക്ക് ഇറ്റ് ആസ് എ ഹോംവർക്ക്. ഓക്കെ, നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്പർ 7 അല്ലെങ്കിൽ ഇല്ലസ്ട്രേഷൻ 7. ഓക്കെ, the Sports Writers Club gives the following receipts and payment account for the year ended 31st March 2016. The balance brought down cash balance. Subscriptions, okay, 28,600 എന്ന് പറയുന്നത് ഒരു എല്ലാ കൊല്ലത്തും ആവാം, current year, previous year, next year. Okay, അത് ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. Miscellaneous income 700, interest on fixed deposit 2,000, salaries
റെന്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, ലൈബ്രറി ബുക്സ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം, അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ജനറലി നമ്മൾ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. കാരണം ലൈബ്രറി ബുക്സ് ഒന്നും ഒരു കാലത്ത് നമ്മൾ ഒരു കൊല്ലം നമ്മൾ കളയൂല, അത് നമ്മൾ ലോങ് ടേം പേർപ്പസ് ആണ്. അതുകൊണ്ട് തന്നെ ലൈബ്രറി ബുക്സ് എന്ന് പറയുന്നത് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മാഗസിൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് അത് എക്സ്പെൻഡിച്ചർ ആണ്. സൺഡ്രി എക്സ്പെൻസസ്, സ്പോർട്സ് എക്യുപ്മെന്റ്സ് അതിപ്പോൾ അസറ്റ് ആണ്, സ്പോർട്സ് എക്യുപ്മെന്റ്സ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഒരു സ്കൂളിലെല്ലാം അതായത് അല്ലെങ്കിൽ ഒരു സ്കൂൾ, ഒരു ക്ലബ്, അതിലെല്ലാം ഒരു ജിം ഐറ്റംസ് സ്പോർട്സ് എക്യുപ്മെന്റ് ആണ്. ഒരു ട്രെഡ്മിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ക്ലബിൽ നമുക്ക് എന്താണ് ബാഡ്മിന്റൺ ഉണ്ട്, അല്ലെങ്കിൽ കോക്ക് എന്ന് പറയാൻ പറ്റില്ല, ബാഡ്മിന്റൺ, അതേപോലെ ക്രിക്കറ്റ് ബാറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം ഫിക്സഡ് അസറ്റ് തന്നെയാണ്. ഓക്കെ, ബാലൻസ് ക്യാരിഡ് ഓൺ 2457. ഇതെല്ലാം ഐറ്റംസ് തന്നിട്ടുള്ളത്. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സും കൂടി വായിക്കാം. അഡ്ജസ്റ്റ്മെന്റ്സ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും എന്തെല്ലാം ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കുറവാണ്. 2015, 2016 ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽസ് ആണ്. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് 2015 സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് 710 തന്നിട്ടുണ്ട്, 2016 170 തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് ആൻഡ് ഇലക്ട്രിസിറ്റി തന്നിട്ടുണ്ട് 864,973. ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ മാഗസിൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്, ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസിൻസിന് കഴിഞ്ഞ കൊല്ലം കൊടുക്കാനുള്ളത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ഈ കൊല്ലം കൊടുക്കാനുള്ളത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഫിക്സഡ് ഡെപ്പോസിറ്റ് 10% വിത്ത് ബാങ്ക് 20,000. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെ അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് 20,000. കഴിഞ്ഞ നമ്മൾ പ്രോബ്ലം ചെയ്തപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ തന്നിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക ചെയ്തത്. പക്ഷെ ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് അക്രൂഡ് ദേറോൺ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്, കിട്ടിയിട്ടില്ല 500 രൂപ. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റുണ്ട്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റുണ്ട്. ഓക്കെ, ഇതിനാണ് നമ്മൾ ഒരു ശ്രദ്ധ വേണ്ടത്. അത് ഞാൻ എന്തായാലും ഡിസ്കസ് ചെയ്യും. ഓക്കെ, വെയിറ്റ്. സബ്സ്ക്രിപ്ഷൻ റിസീവബിൾസ് എന്ന് പറഞ്ഞിട്ട് 1263 തന്നിട്ടുണ്ട്, 1573 തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ്, മക്കളെ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ഏതിനാന്നുള്ളത് ഡൗട്ട് വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം, അത് സൺഡ്രി എക്സ്പെൻസ് റിലേറ്റഡ് ആണ്. വേറൊരു ഐറ്റത്തിന് നമുക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് സൺഡ്രി എക്സ്പെൻസ് റിലേറ്റഡ് ആണ് അതെന്ന് പറയും. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് പറയാം പ്രീപെയ്ഡ് സൺഡ്രി എക്സ്പെൻസ് എന്നാണ് വേണ്ടത്. അവർ ജസ്റ്റ് ഒരു വേർഡ് മിസ് ചെയ്തെന്നാവും. പിന്നെ പറയുന്നത് വെച്ചാൽ ഫേണിച്ചർ എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് അസറ്റ് ഉണ്ട്. വേറൊന്നും വാങ്ങിയതായിട്ടൊന്നും പറയുന്നില്ല. ഓക്കെ, ഓട്ടോമാറ്റിക് അത് അസറ്റ് ആയിട്ട് വരും. സ്പോർട്സ് എക്യുപ്മെന്റും അതേപോലെ ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, പെർച്ചേസ് തന്നിട്ടുണ്ട്. നിങ്ങൾ അതിനൊക്കെയായിട്ട് ട്രീറ്റ് ചെയ്യണം. ലൈബ്രറി ബുക്സ് ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, പെർച്ചേസ് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, രണ്ട് കാര്യം. The closing value of furniture and sports equipments are to be determined after charging depreciation at 10% and 20% per annum respectively, inclusive of the additions if any during the year. അതായത് എഡീഷൻ ഉണ്ടെങ്കിൽ എഡീഷനെ മേലെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. നമ്മൾ ചാർജ് ചെയ്യും. സർ എഡീഷൻ എപ്പാന്ന് അറിയില്ല, ഡേറ്റ് ഒന്നും പറയുന്നില്ല, ഫുൾ ഇയറിലേക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. ഒന്നും പറയുന്നില്ല, അതായത് ഇൻക്ലൂസീവ് ഓഫ് ദ എഡീഷൻസ് ഇഫ് എനി ഡ്യൂറിംഗ് ദി ഇയർ, എന്നാൽ അതിനും എന്ത് ചെയ്യുക, ഫുൾ ഇയറിലേക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. മക്കളെ ശ്രദ്ധിക്കണം, എഡീഷൻസ് ഉണ്ടെങ്കിൽ, അസറ്റ് എഡീഷൻ ഉണ്ടെങ്കിൽ ഏത് ഡേറ്റിനാണോ എഡീഷൻ ചെയ്ത് ആ ഡേറ്റ് മുതൽ ഇയർ വരെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിലെ ഡേറ്റ് ഒന്നും പറയുന്നില്ല, പക്ഷെ നമ്മളോട് പറയുന്നുണ്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം, നിങ്ങൾ ഫുൾ ഇയറിലേക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യും. ഇതെല്ലാം ഒരു നോട്ടാണ്, അല്ലെങ്കിൽ ഇതൊരു അസംപ്ഷൻ. The club's library books are revalued at the end of every year and the value at the end of 31st March 2016 were 5250. ലൈബ്രറി ബുക്സിന്റെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, പർച്ചേസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഡിഫറൻസ് എന്തായിരിക്കും ഡിപ്രീസിയേഷൻ. ഓക്കെ, ഉണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ. From the above information, you are required to prepare club's balance sheet as of 31st March 2015. Opening balance sheet, income and expenditure account, closing balance sheet. ഇത് മൂന്നാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. സർ ഇൻട്രസ്റ്റ് അക്രൂഡിൽ സാർ എന്തോ 10 20,000 മേലെ 10% നമുക്ക് എത്ര കിട്ടാനുള്ളത്? 2000 രൂപ. എത്ര കിട്ടാനുള്ളത്? 2000 രൂപ. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് 2000 രൂപ തന്നെയല്ലേ കിട്ടിയത്? സോറി 2000 രൂപ തന്നെയല്ലേ കിട്ടിയത്? സർ പിന്നെന്തിനാ അതിന് ഇൻട്രസ്റ്റ് അക്രൂഡ് 500 വന്നത്? മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2000 രൂപ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമുക്ക് കിട്ടി. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ കാര്യങ്ങൾ ഒന്നും പറയുന്നില്ലെങ്കിൽ ഇപ്പോഴത്തേക്ക് മാത്രം സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞ കൊല്ലത്തെ ഉണ്ട്, അടുത്ത കൊല്ലത്തെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതെല്ലാം നമ്മൾ എലിമിനേറ്റ് ചെയ്യണം എന്നല്ലേ പറയുന്നത്. ശ്രദ്ധിച്ചോ, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ് 2000 rupees നമുക്ക് കിട്ടി, റിസീവ് ചെയ്തു. ഒന്നും പറയുന്നില്ലെങ്കിൽ അത് ഈ കൊല്ലത്തേക്ക് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുന്ന നമ്മളോട് കഴിഞ്ഞ കൊല്ലത്ത് 500 രൂപ കിട്ടാനുണ്ട്, എന്നാൽ കഴിഞ്ഞ കൊല്ലത്ത് 500 രൂപ ഈ കൊല്ലത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ അതായത് 2000 എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച എല്ലാവരും.
2000 രൂപ നമുക്ക് കിട്ടിയത്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. ഏതൊക്കെയാണ് ഇയർ വരുന്നത്? 2015, 16. ഓക്കെ, ഓപ്പണിംഗ് ക്ലോസിംഗ് ആക്കാം. ഓപ്പണിംഗ് കറണ്ട് ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ കറണ്ട് ഇയർ. അതായത് 2000 കിട്ടിയതിൽ പ്രീവിയസ് ഇയറിലേക്ക് 500 രൂപ, കാരണം കഴിഞ്ഞ പോലെ 500 രൂപ കിട്ടാനുണ്ട്, അത് ഈക്വലും കിട്ടി. ഓക്കെ, ഈക്വൽ കറണ്ട് ഇയർ എത്ര കിട്ടി? കറണ്ട് ഇയർ 1500 കിട്ടി. ഓക്കെ, പറയുന്ന മനസ്സിലാകുന്ന മക്കളെ? 2000 രൂപ ടോട്ടൽ കിട്ടിയത്, അത് 2 കൊല്ലത്തേക്കാണ്. കഴിഞ്ഞ കൊല്ലത്ത് 500 രൂപ, ഈ കൊല്ലത്ത് 1500 രൂപ. സാറിന് എങ്ങനെ മനസ്സിലായത് കഴിഞ്ഞ കൊല്ലത്ത് 500 രൂപയാണ്? കഴിഞ്ഞ കൊല്ലം 500 രൂപ കിട്ടാനുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒന്നും പറയുന്നില്ലെങ്കിൽ, കഴിഞ്ഞ കൊല്ലം ഒരു എമൗണ്ട് കിട്ടാനുണ്ടെങ്കിൽ അത് ഈക്വലും കിട്ടിയിട്ടുണ്ടാവും. ഒന്നും പറയുന്നില്ലെങ്കിൽ, ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് നമ്മൾ എസ്യൂം ചെയ്തത്, എസ്യൂം ചെയ്യുന്നത് അങ്ങനെയാ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മൾ പറയാൻ പറ്റും ഒരാളെ നമ്മൾ പൈസ വാങ്ങിക്കുമ്പോൾ ഇത് ഈ കൊല്ലത്തെ പൈസ, കഴിഞ്ഞ കൊല്ലത്തെ പൈസ ഇപ്പം തരാണ്ട്, അങ്ങനെ പറയില്ല. ഇത് കഴിഞ്ഞ കൊല്ലത്തെ പൈസ, എന്നിട്ട് നമ്മൾ പറയും അടുത്ത കൊല്ലത്തെ പൈസ, ഈ കൊല്ലത്തെ പൈസ ആക്കാൻ പോകുന്നു. അങ്ങനെ ജനറലി പറയാം. ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുമ്പോ നമ്മൾ എന്താ പറയാ, ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് തരുമ്പോ ഇത് കഴിഞ്ഞ കൊല്ലത്തെ ഇൻട്രസ്റ്റ് നിങ്ങൾ തന്നിട്ടില്ല ഇതുവരെ, നിങ്ങളത് പെൻഡിങ് വെക്കും, ഈ കൊല്ലത്തെ ഇൻട്രസ്റ്റ് ഫസ്റ്റ് ഇതാ, അങ്ങനെ പറയാല്ല. ബാങ്കുകാർ എന്താ പറയാ, ഫസ്റ്റ് കഴിഞ്ഞ കൊല്ലത്തെ ഇൻട്രസ്റ്റ് ഇതാ, ഈ കൊല്ലത്തെ ഇൻട്രസ്റ്റ് പിന്നത്തെ. അതാണ് സംഭവം. അതായത് 500 എന്ന് പറയുന്നത് ഈ കൊല്ലത്തെ എമൗണ്ടും 500 എന്ന് പറയുന്നത് കഴിഞ്ഞ കൊല്ലത്തെ എമൗണ്ടും 1500 ഈ കൊല്ലത്തെ എമൗണ്ടും. ശരിക്കും ഈ കൊല്ലത്തേക്ക് എത്ര പൈസ കിട്ടാനുള്ളത്? 2000 രൂപ കിട്ടാനുള്ളത്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി എത്രയാണ് ഇൻട്രസ്റ്റ് കൂടി മറ്റു വരാം 500. അത് തന്നെയാണ് നമുക്ക് ഡീറ്റെയിൽസ് തന്നത്. ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് പറയൂ. എന്താ സ്പെസിഫിക് ആയിട്ട് ഒന്നും പറയാനൊന്നുമില്ല. ഓപ്പൺ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇൻട്രസ്റ്റ് അക്രൂഡ് 500 കാണിക്കണം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ 500 ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് കാണിക്കണം. സർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോ 2000 തന്നെ കാണിക്കണം. സർ ആ 2000 റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലോ വന്ന എമൗണ്ടാ? അല്ലല്ല, അതെങ്ങനെ കിട്ടുന്ന ഡേറ്റ്? ശരി, അതെങ്ങനെയെന്ന് വെച്ചാൽ 2000 ഓക്കെ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ. ഓക്കെ, interest received during the year 2000 minus interest received for previous year. എത്രയാണ്? 500 രൂപ. കാരണം കഴിഞ്ഞ കൊല്ലത്തെ എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കൊല്ലത്തെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ മൈനസ്. പ്ലസ് ഇൻട്രസ്റ്റ് എക്രൂഡ് ഫോർ കറണ്ട് ഇയർ, എത്രയാണ്? 500. ദാറ്റ് ഈസ് ഈക്വൽ ടു 2000. ഇങ്ങനെയാണ് ഈ 2000 കിട്ടുന്നത്. അല്ലാണ്ട് ആ റിസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ തന്ന 2000 അല്ല. സർ ഇതൊക്കെ എന്തിന് ഇങ്ങനെ പറയുന്നത്? 2000 നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റൂല മക്കളെ. ബൈ ചാൻസ് ഒരു ക്വസ്റ്റ്യന്റെ എമൗണ്ട് മാർക്ക് ചെയ്താൽ നിങ്ങൾ ബൈ ഹാർട്ട് സെൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ 2000 ഡയറക്റ്റ് എഴുതി വെച്ചാൽ തെറ്റാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞായിരുന്നു, ഇൻട്രസ്റ്റ് എക്രൂഡ് എന്നിട്ട് ഒരു എമൗണ്ട് തന്നെന്ന് വിചാരിക്കും. ഇൻട്രസ്റ്റ് എക്രൂഡ് 2015, 2016. 2015 ആണ് കഴിഞ്ഞ കൊല്ലം, 2016 ആണ് ഈ കൊല്ലം. ഇവിടെ ഉള്ളത് 800 രൂപയും ഇവിടെ ഉള്ളത് 500 രൂപയാന്ന് വിചാരിക്കും. കഴിഞ്ഞ ഉള്ളത് എത്രയാണ്? 800 രൂപയും. ഈ കൊല്ലം ഉള്ളത് എത്രയാണ്? 500 രൂപയും. എന്നിട്ട് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ തന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 2500 എന്ന് വിചാരിക്കും. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 2500 rupees. ഓക്കെ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 2500 വിചാരിക്കും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും തന്നിട്ടില്ല, ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും തന്നിട്ടില്ല. ഇൻട്രസ്റ്റ് റേറ്റ് തന്നല്ല ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടാന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ? ഈ 2500 കൊണ്ടുപോയി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഇടുക ചെയ്യുക? അല്ല, നിങ്ങൾ എന്ത് ചെയ്യും? 2500 ഈ കൊല്ലം കിട്ടിയത്, അതിന് കഴിഞ്ഞ കൊല്ലത്തേക്ക് കിട്ടിയത് 800 രൂപ, അത് നമ്മൾ എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. ഈ കൊല്ലം എത്ര കിട്ടാനുണ്ട്? 500 രൂപ, അത് ആഡ് ചെയ്യും. നമുക്ക് എത്ര കിട്ടും? 2200. നിങ്ങൾ നോക്കിയാട്ടെ, എമൗണ്ട് മാറി മക്കളെ, എമൗണ്ട് മാറി. അതുകൊണ്ടാണ് ഞാൻ ഈ കൺസെപ്റ്റ് പഠിച്ചത്. ഓക്കെ, എമൗണ്ട് സെയിം ആയതുകൊണ്ട് വലിയ എഫക്റ്റ് ഇല്ലാത്തത്. പക്ഷെ എമൗണ്ട് മാറുമ്പോൾ എന്തുണ്ട്? എഫക്റ്റ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇൻട്രസ്റ്റ് ഇൻകം നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് കാണിക്കുമ്പോൾ ഇങ്ങനെ വർക്കിംഗ് നോട്ട് എഴുതി ചെയ്യുന്നതാണ് ബെറ്റർ. പറയുന്ന മനസ്സിലാകുന്നില്ല മക്കളെ ഇത് എന്തിന് റിലേറ്റ് ചെയ്താൽ മതി? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് റിലേറ്റ് ചെയ്താൽ മതി. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യും, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണെങ്കിൽ ആഡ് ചെയ്യും. എന്തിൽ നിന്ന്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയറിൽ നിന്ന്. എന്നാലും നമുക്ക് എന്ത് കിട്ടാം? സബ്സ്ക്രിപ്ഷൻ ടു ബി ക്രെഡിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇതൊക്കെ നമ്മൾ ആ റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റൊക്കെ മനസ്സിലാവും. ഇനി സർ പെർസെന്റേജ് ഉണ്ടെങ്കിൽ ഒരു കാര്യം കൂടി മനസ്സിലാക്കോ. പെർസെന്റേജ് ഉണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. പെർസെന്റേജ് ഉണ്ടെങ്കിൽ എത്രയാണോ പെർസെന്റേജ് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ എമൗണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യേണ്ടത്.
ഫോർ എക്സാമ്പിൾ ഒരു FD 20,000 റുപ്പീസിന്റെ ഉണ്ടെങ്കിൽ കിട്ടിയോ കിട്ടിയിട്ടില്ലെന്ന് നോക്കണ്ട, 10% ആണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്രയാന്ന് വരാം? 2000 രൂപ വരാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എത്ര വരാം? 2000 രൂപ. ഇനി 2000 എത്ര കിട്ടി എത്ര കിട്ടിയില്ല, അത് ഇമ്പോർട്ടൻസ് എന്താണ്? കിട്ടിയതിന്റെ ബാക്കിയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റ് ട്രീറ്റ് ചെയ്യും. പറയുന്നത് മനസ്സിലാകണ്ട. പെർസെന്റേജിൽ തന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ പെർസെന്റേജ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ബൈ ചാൻസ് പോകാൻ പറ്റൂല, അവിടെയും കൺസെപ്റ്റ് വേണം. ഓക്കെ ആണ് മക്കളെ? ഓക്കെ, നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന വെച്ചാല് ക്വസ്റ്റ്യൻ നമ്പർ 7. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7 നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോയെന്ന്. ക്വസ്റ്റ്യൻ നിങ്ങൾ എടുത്തു വെച്ചോ. ക്വസ്റ്റ്യൻ വായിക്കുന്നതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും? ആൻസർ ചെയ്യും. ഫസ്റ്റ് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ ഉണ്ട് 4820. ഓക്കെ, ഞാനിപ്പോ ഓൾറെഡി പ്രോബ്ലം ചെയ്തതാണ്, ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്യുകയും ചെയ്യും ആൻസേഴ്സ്. 4820 അതെന്ത് ചെയ്യാം? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കാണിക്കും. ഇതെന്റെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആണ്, ഇതെന്റെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ആണ്. ഓക്കെ, ഡേറ്റ് ആണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ബാലൻസ് ഷീറ്റ്, ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ബാലൻസ് ഷീറ്റ്. ഓക്കെ, അവിടെ തെറ്റുന്നുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ക്യാഷിന് നമ്മൾ 4820 ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കാണിച്ചു. മക്കളെ തെറ്റിപ്പോയത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കാണിക്കേണ്ടത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് കാണിക്കേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലും കാണിക്കരുത്, തെറ്റിപ്പോകും. ഓക്കെ, അതെല്ലാം ശ്രദ്ധിക്കണം നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ. ഇനി നമ്മൾ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻസ് ആണ്. സബ്സ്ക്രിപ്ഷൻസ് ഇൻകം ആണ്. നമ്മൾ എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ്മെന്റ്സ് ഉള്ളതുകൊണ്ട് ഇന്നർ കോളത്തിൽ ചെയ്യാം. മിസ്സെലേനിയസ് ഇൻകം ഓക്കെ, നോ അഡ്ജസ്റ്റ്മെന്റ്സ്, അതുകൊണ്ട് ഔട്ടർ കോളത്തിൽ തന്നെ ചെയ്തു. ഇൻട്രസ്റ്റ് ഓൺ FD എന്ന് പറയും, നമുക്ക് വേണമെങ്കിൽ ഔട്ടർ കോളത്തിൽ ചെയ്യാം, പക്ഷേ സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്നർ കോളത്തിൽ ചെയ്യുന്നത്. കാരണം നമ്മൾ അല്ലെങ്കിൽ ബൈ ഹാർട്ട് സെൻസ് ആയിപ്പോകും. ഓക്കെ, അതിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. പിന്നെ അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ സാലറി ആണ്. എക്സ്പെൻഡിച്ചർ സൈഡിൽ അതിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട്, അതുകൊണ്ട് ഇന്നർ കോളത്തിൽ. അതേപോലെ റെന്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ഇന്നർ കോളത്തിൽ, മാഗസിൻ ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ഇന്നർ കോളത്തിൽ. അതിന് മുന്നേ ലൈബ്രറി ബുക്സ് ഉണ്ട്. ഈ കൊല്ലം വാങ്ങിച്ച ലൈബ്രറി ബുക്സ് ആണ്. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് വർക്കിംഗ് നോട്ട് ലൈബ്രറി ബുക്സിന്റെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതിന് ക്യാഷ് നോട്ട് ഞാൻ എന്ത് ചെയ്തു? വാങ്ങിച്ചത് ഇപ്രാവശ്യം ട്രീറ്റ് ചെയ്തു. ഓക്കെ, വാങ്ങിച്ചത്. ഓക്കെ മക്കൾ, ഇതൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ എല്ലാം വായിക്കുന്നതിനനുസരിച്ച് ഞാൻ പ്രോബ്ലം ചെയ്തത്. കാരണം ഞാൻ അങ്ങനെയേ ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് ഫുൾ ആൻസർ നിങ്ങളുടെ മുന്നിലുണ്ട്. വിചാരിച്ചിട്ട് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ആൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് മെറ്റീരിയൽ നോക്കിയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത്, അങ്ങനെ ഒരു കാലത്തും വിശ്വസിക്കരുത്. ഓക്കെ, വായിക്കുന്നതിനനുസരിച്ച് ചെയ്യാം. മാഗസിൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ഓൾറെഡി ഞാൻ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാഗസിൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്, ഇലക്ട്രിസിറ്റി, സാലറീസ്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് സൺട്രി എക്സ്പെൻസ് ആണ്. അതും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അഡ്ജസ്റ്റ്മെന്റ് ഉള്ളതുകൊണ്ട് ഇന്നർ കോളത്തിൽ. സ്പോർട്സ് എക്യുപ്മെന്റ് ഈ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട്, അതും ഞാൻ വർക്കിംഗ് നോട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് വർക്കിംഗ് നോട്ട് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ചിലപ്പം സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഉണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് സ്പോർട്സ് എക്യുപ്മെന്റ് വാങ്ങിച്ച് നമ്മൾ എന്ത് ചെയ്ത് നമ്മുടെ ടു ക്യാഷ് നോട്ട് കാണിച്ചു. ഓക്കെ, അത് ചെയ്തതിന് ശേഷം ലാസ്റ്റ് ഐറ്റം 2450 ക്ലോസിംഗ് ബാലൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്ത് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ക്യാഷ് ബാലൻസ് കാണിച്ചു. നിങ്ങൾ നോക്കിയാൽ ഞാൻ ഇവിടെ ഏകദേശം ഒരു ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ക്യാഷ് ലാസ്റ്റ് ട്രീറ്റ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ്സ് എടുക്കുമ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ്, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, ക്ലോസിംഗ് ബാലൻസ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ നമ്മൾ പേ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇനി ഈക്വലത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യണം? ഈ പ്രാവശ്യത്തെ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓൾറെഡി റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എമൗണ്ട് വന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യണം. ഔട്ടർ കോളത്തിൽ 11,460. ഇപ്പൊ ഇത് രണ്ടും ട്രീറ്റ് ചെയ്തു. നിങ്ങൾ അപ്പം തന്നെ എന്ത് ചെയ്യുക? ഇത് രണ്ട് ഐറ്റംസും നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും ട്രീറ്റ് ചെയ്യണം. കാരണം ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് രണ്ട് വട്ടം ചെയ്യണം. ഓക്കെ, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യുക? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് കാണിക്കുക, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ട്രീറ്റ് ചെയ്യുക. ശ്രദ്ധിക്കുക എല്ലാവരും. ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി എന്ന് പറയുന്നത് ലാബിലിറ്റി ആണ്, അല്ലാണ്ട് അസറ്റ് അല്ല മക്കളെ. അതുകൊണ്ട് എന്ത് ചെയ്യുക? ലാബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുക. 170. അതേപോലെ ഇവിടെ എത്രയാണ്? 170 ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗും ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ്. ഓക്കെ, അടുത്ത ഐറ്റം ഔട്ട്സ്റ്റാൻഡിംഗ് റെന്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. അതും നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും ട്രീറ്റ് ചെയ്യണം. അതായത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ട്രീറ്റ് ചെയ്തു, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ട്രീറ്റ് ചെയ്തു. അത് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻഡിച്ചറിലും അഡ്ജസ്റ്റ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമ്മൾ മൈനസ് ചെയ്യുക, ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ക്ലോസിംഗ് എന്ന് പറയുന്നത് ആഡ് ചെയ്യുക. ഇതെല്ലാം ഓൾറെഡി നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് മാത്രം. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ മാഗസിൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ഓക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ബാലൻസ് ഷീറ്റ് ലാബിലിറ്റി സൈഡ് ട്രീറ്റ് ചെയ്യാം. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, എമൗണ്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. അത് ചെയ്തതിനു ശേഷം ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് 10% വിത്ത് ബാങ്ക് എന്ന് പറയുന്നത് അസറ്റ് ആണ്.
അതെന്ത് ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ് ചെയ്യുക, അതേപോലെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും ട്രീറ്റ് ചെയ്യുക. ഒരു കാര്യമുണ്ട് മക്കളെ, ചില ടൈം ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഐറ്റംസ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവില്ല. ഒന്നും പറയുന്നില്ലെങ്കിൽ ഉണ്ടാവും. ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ല. ഓക്കെ, ഇവിടെ ഒന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ കാണിക്കാം. ഇൻട്രസ്റ്റ് എക്രൂഡ് തയ്യാറാണ്. ഇൻട്രസ്റ്റ് എക്രൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടാണ്ട് എന്നാണ്, അതൊരു അസറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം അത് മാത്രമല്ല ചെയ്യേണ്ടത്, ഒരു അഡ്ജസ്റ്റ്മെന്റ് രണ്ടെണ്ണം ചെയ്യാണ്ട്. ഒന്ന് വേറെ എവിടെ ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് ഓൺ എഫ് ഡിയിൽ ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഈക്വലം കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ട് അത് കുറക്കുക. ക്ലോസിംഗ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യും, കിട്ടിയിട്ടുണ്ടാവില്ല, അത് റെസിപ്ഷൻ പേയ്മെന്റ് കൊണ്ട് കാണിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യണം. ഔട്ടർ കോസ്റ്റ് നമുക്ക് 2000 കിട്ടും. അതേപോലെ ബാക്കി എല്ലാ എമൗണ്ട് 2286 കിട്ടും, 7329 കിട്ടും. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഐറ്റം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ ആണ്. സബ്സ്ക്രിപ്ഷൻ റിസീവബിളും സെയിം. ഓക്കെ, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് മൈനസ് ചെയ്യുക, കാരണം അത് ഈക്വലും കിട്ടിയിട്ടുണ്ടാവും, അത് ഈക്വലത്തെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്, അതുകൊണ്ട് മൈനസ് ചെയ്യുക. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, ഔട്ടർ കോസ്റ്റ് 28,912 കിട്ടും. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും ട്രീറ്റ് ചെയ്യണം. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. മക്കളെ ഇത് റിസീവബിൾ ആണ്, സബ്സ്ക്രിപ്ഷൻ റിസീവബിൾ ആണ്, അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അത് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് എക്സ്പെൻസും അസറ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക, അസറ്റ് സൈഡ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് സൺഡ്രി എക്സ്പെൻസിൽ ട്രീറ്റ് ചെയ്യണം. പ്രീപെയ്ഡ് എക്സ്പെൻസ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്, ഓപ്പണിംഗ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം കിട്ടി, കഴിഞ്ഞ കൊല്ലം പേ ചെയ്തു, ഈ കൊല്ലത്തിൽ അത് ആഡ് ചെയ്യണം. എന്തുകൊണ്ടാണ്, നമ്മൾ അത് കാണിച്ചിട്ടുണ്ടാവില്ല ഓൾറെഡി. ഓക്കെ, കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലത്തേക്ക് പേ ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ കൊല്ലം പേയ്ഡ് അത് ഉണ്ടാവില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇനി ഈ അടുത്ത കൊല്ലത്തേക്ക് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക, കാരണം ഈ കൊല്ലത്തെ എക്സ്പെൻഡിച്ചർ അല്ല. നമുക്ക് ഔട്ടർ കോസ്റ്റ് 10,075 കിട്ടും. മക്കളെ ഞാൻ എമൗണ്ടിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, കൺസെപ്റ്റ് മാത്രം പറയുന്നത്, അതിനനുസരിച്ച് എമൗണ്ട് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ അസറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യലാണ്. അസറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം നിർബന്ധമില്ല, വർക്കിംഗ് നോട്ട് എന്തെങ്കിലും ചെയ്താൽ മതി. അക്കൗണ്ട് ആവുമ്പോൾ നമുക്ക് എപ്പം സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ, ലൈബ്രറി ബുക്സ്, സ്പോർട്സ് എക്യുപ്മെന്റ്, ഫർണിച്ചർ, 3 അസറ്റ് ആവുള്ളത്. ഓക്കെ, ഫർണിച്ചറിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്തിട്ട് ബാലൻസ് ഡോട്ട് ഒന്ന് കാണിച്ചു, അതേപോലെ ബാലൻസ് ഷീറ്റും കാണിക്കണം മക്കളെ, അത് മറക്കരുത്. ഫർണിച്ചർ ഓപ്പണിംഗ് ബാലൻസ്, ലൈബ്രറി ബുക്സ് ഓപ്പണിംഗ് ബാലൻസ്, സ്പോർട്സ് എക്യുപ്മെന്റ് ഓപ്പണിംഗ് ബാലൻസ്, 3ഉം ഓപ്പണിംഗ് ബാലൻസ് എന്ത് ചെയ്യുക, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ചെയ്യും. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, അവരവരെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നിട്ട് ആ എമൗണ്ട് കാണിക്കും. ഇത് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്സ്, ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് വായിക്കാം. ദ ക്ലോസിംഗ് വാല്യൂ ഓഫ് ഫർണിച്ചർ ആൻഡ് സ്പോർട്സ് എക്യുപ്മെന്റ്സ് ആർ ടു ബി ഡിറ്റർമിൻഡ് ആഫ്റ്റർ ചാർജിംഗ് ഡിപ്രീസിയേഷൻ 10% and 20% per annum respectively, inclusive of the additions if any during the year. അതായത് ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കുമ്പോൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഫേർണിച്ചറിന് 10%, ഫസ്റ്റ് ഫേർണിച്ചറിന് 10%, 9,600 10% എന്ന് പറയുമ്പോൾ 960 ചാർജ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ക്ലോസിംഗ് ബാലൻസ് എത്ര കിട്ടും, 8640 കിട്ടും. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പോകണം, ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പോകണം. ഓക്കെ, ഡിപ്രീസിയേഷൻ 960. ഓക്കെ, ഫേർണിച്ചറിന് നമ്മൾ എന്ത് ചെയ്തു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്തു, അതേപോലെ എന്ത് ചെയ്ത് ഫേർണിച്ചറിന്റെ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ട്രീറ്റ് ചെയ്തു. നെക്സ്റ്റ് ഐറ്റം എന്താണ്, സ്പോർട്സ് എക്യുപ്മെന്റ് അതേപോലെ എന്ത് ചെയ്യുക, പെർച്ചേസിന് മേലെ നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. രണ്ടിന്റെയും മേലെ 8,200 മേലെ 20% എന്ന് പറയുന്നത് 1,640 കിട്ടും. ഓക്കെ, ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുമ്പോൾ 6560. ഞാൻ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ക്ലോസിംഗ് ബാലൻസ് ആണെന്ന് അത് മനസ്സിലാക്കണം. ഓക്കെ, ഡിപ്രീസിയേഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് 1640. ഇനി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ക്ലോസിംഗ് ബാലൻസ്. ഇനി ലൈബ്രറി ബുക്സിന് റിലേറ്റഡ് ആയിട്ട് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓപ്പണിംഗ് ബാലൻസും തന്നിട്ടുണ്ട്, പെർച്ചേസും തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലോസിംഗ് ബാലൻസും ഓൾറെഡി തന്നിട്ടുണ്ട്. 5250. ഓക്കെ, ആ 5250 അപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ട്രീറ്റ് ചെയ്യുക. റിമൈനിങ് ബാലൻസ് ഫിഗർ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതാണ് ഡിപ്രീസിയേഷൻ. സെയിൽ ആണെങ്കിൽ സെയിലിനെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറയും. സെയിലിനെ കുറിച്ച് ഇവിടെ ഒന്നും പറയാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസിങ് ഫിഗർ ഡിപ്രീസിയേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യും. ആ 750 നമ്മൾ എന്ത് ചെയ്യും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ട്രീറ്റ് ചെയ്യും. 100% നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തു എന്നാണ്. ഇതാണ് നമ്മുടെ മെത്തേഡിന്റെ ഇമ്പോർട്ടൻസ്. ഇതായിരിക്കണം നിങ്ങളുടെ മെത്തേഡ്. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടും നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതിനനുസരിച്ച് ചെയ്യാൻ പഠിക്കണം. അതാണ് ഏറ്റവും സിമ്പിളസ്റ്റ് മെത്തേഡ്. ഇപ്പൊ നമുക്ക് ഒരു ഐറ്റം ക്ലിക്ക് ചെയ്തിട്ടാൽ നമുക്ക് ഒരു ഡൗട്ട് വരില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. നിങ്ങൾക്ക് ഒന്നെങ്കിൽ സർപ്ലസ് കിട്ടും, ഡെഫിസിറ്റ് കിട്ടും. ഈ ക്വസ്റ്റ്യനിൽ ഡെഫിസിറ്റ് ആണ് കിട്ടുന്നത് 2888.
ഡെഫിസിറ്റ് കിട്ടും, എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം. ഓക്കെ, പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഫസ്റ്റ് എന്ത് ചെയ്യുക, ബാലൻസ് ചെയ്യാം. ടോട്ടൽ 48,488,000 കിട്ടും. ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റ് ഫിഗർ ആണ്, അത് 47,000 കിട്ടും. അതായത് ക്യാപിറ്റൽ ഫണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആണ് 47,000 ആണ്. ആ എമൗണ്ട് നമ്മൾ എവിടേക്ക് പോവാം, ബാലൻസ് ഷീറ്റിലെ ക്യാപിറ്റൽ ഫണ്ട് ഓപ്പണിംഗിൽ പോകാം. ഓക്കെ, അതിന്റെ കൂടെ സർപ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യുക, ഡെഫിസിറ്റ് ആണെങ്കിൽ മൈനസ് ചെയ്യുക. ഡെഫിസിറ്റ് ആണെങ്കിൽ മൈനസ് ചെയ്തു, നിങ്ങൾക്ക് ഔട്ടർ കോളത്തിൽ 44,112 കിട്ടും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ബാലൻസ് ഷീറ്റ് ഒന്ന് ടോട്ടൽ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 45595 45595. ഈ ആൻസർ കിട്ടും, എല്ലാവർക്കും കിട്ടും. നമ്മുടെ നെക്സ്റ്റ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ്. അത് ഹോംവർക്ക് ആണ്, ബട്ട് അതിൽ വേണ്ട കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ്, ക്യാഷ് ബാങ്ക്, ഓക്കെ, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് തന്നിട്ടുണ്ട്, എൻട്രൻസ് ഡൊണേഷൻ, എൻട്രൻസ് ഫീ ആണ് ഉദ്ദേശിക്കുന്നത് 1 lakh rupees, ഇൻട്രസ്റ്റ് റിസീവ്ഡ് 58,000, സെയിൽ ഓഫ് അസറ്റ്. ഓക്കെ, സെയിൽ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞിട്ട് റെസിപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മനസ്സിലാക്കുക, സെയിൽ ഓഫ് അസറ്റ് നമുക്ക് ഇൻകവും അല്ല എക്സ്പെൻഡിച്ചറും അല്ല. സെയിൽ ഓഫ് അസറ്റിൽ പ്രോഫിറ്റ് വരുന്നതാണ് ഇൻകം, ലോസ് വരുന്നതാണ് എന്ത്, ലോസ് വരുന്നതാണ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, എന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സെയിൽ ഓഫ് അസറ്റിന്റെ വാല്യൂ തന്നെ 8,000, അത് എവിടെ ട്രീറ്റ് ചെയ്യുക, അസറ്റ് അക്കൗണ്ടിൽ. ഓക്കെ, മനസ്സിലായിക്കോ, സെയിൽ ഓഫ് അസറ്റ് ജേർണൽ ക്യാഷ് അക്കൗണ്ട് ടു അസറ്റ്. ഓക്കെ, അത് എവിടെ ട്രീറ്റ് ചെയ്യുക, അസറ്റ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നത് മിസലേനിയസ് ഇൻകം, പിന്നെ റെസീപ്റ്റ്സ് അറ്റ് എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കോഫി റൂം, ഓക്കെ, സോഫ്റ്റ് ഡ്രിങ്ക്, സ്വിമ്മിംഗ് പൂൾ, ടെന്നീസ് കോർട്ട്. അതായത് ഇവർ ഇങ്ങനത്തെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിന് കിട്ടിയ റെസിപ്റ്റ് ആണ് ഇത്. ഇതെന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞാൽ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇനി സാലറീസ്, ക്രെഡിറ്റേഴ്സ്. ഓക്കെ, സാലറീസ് എന്ന് പറഞ്ഞാൽ സാലറി പെയ്ഡ്, ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് മെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, പോസ്റ്റേജ്, ടെലിഫോൺ ആൻഡ് ടെലിക്സ്. ഓക്കെ, റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസ്, ഗ്ലാസ് ആൻഡ് ടേബിൾ ലിനൻ. ഗ്ലാസ് ആൻഡ് ടേബിൾ ലിനൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഈ ക്ലബിലെല്ലാം എന്ത് ചെയ്യും, ഇപ്പൊ ക്ലബിൽ അടി ഉണ്ടെങ്കിൽ, ഓക്കെ, അടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഗ്ലാസ് വേണം. ഓക്കെ, പിന്നെ അവിടെ എന്ത് ചെയ്യും, അത്യാവശ്യം നമ്മള് ഇപ്പൊ ടേബിൾ എല്ലാം അറേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യും, ഒരു തുണിയെല്ലാം യൂസ് ചെയ്യില്ല, ലിനൻ ടേബിൾ, ലിനന്റെ തുണി, അങ്ങനത്തെ കാര്യങ്ങളാണ് ലിനൻ ആൻഡ് എന്താണ് ഗ്ലാസ് എന്ന് പറയുന്നത്, ടേബിൾ ലിനൻ എന്ന് പറയുന്നത്. ക്രോക്കറി ആൻഡ് കട്ട്ലറി, ക്രോക്കറി ആൻഡ് കട്ട്ലറി എന്ന് പറയുന്നത് അതായത് നമ്മൾ ഇതേപോലത്തെ സംഭവങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് റിലേറ്റഡ് നമ്മൾ സെർവ് ചെയ്യാനുള്ള ഫുഡ്സ് മെറ്റീരിയൽ ഐറ്റംസ്. ഇത് അസറ്റ് ആണോ എക്സ്പെൻഡിച്ചർ ആണോ, അത് നമുക്ക് ചിന്തിക്കാം. വെയിറ്റ്, ഗാർഡൻ അപ്കീപ്പ് എന്ന് പറഞ്ഞാൽ ഗാർഡൻ നമ്മൾ വൃത്തിക്ക് നോക്കാൻ വേണ്ടിയിട്ട് പേ ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ. ഓക്കെ, അത് എക്സ്പെൻഡിച്ചർ ആണ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരാം. ഗാർഡൻ അപ്കീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡൻ അതേപോലെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ചില നമ്മളിപ്പോ ഗാർഡൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് ഇടക്കിടക്ക് ക്ലീൻ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും, അതിന്റെ പുല്ലുകളെല്ലാം കുറച്ച് വണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഏൽപ്പിക്കും, അവർക്ക് പേയ്മെന്റ് ആക്കണം ഗാർഡൻ അപ്കീപ്പ് എന്ന് പറയുന്നത്. പിന്നെ മെമ്പർഷിപ്പ് ഫീസ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്. മെമ്പർഷിപ്പ് ഫീസ് പെയ്ഡ് ആണ്. ഓക്കെ, മെമ്പർഷിപ്പ് ഫീസ് പെയ്ഡ്. ഓക്കെ, പെയ്ഡ് എന്ന് പറയുമ്പോൾ എക്സ്പെൻഡിച്ചർ ആണ്. പിന്നെ ഇൻഷുറൻസ് ഉണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ട്, ക്ലോസിംഗ് ബാലൻസ്, ക്യാഷ് ബാങ്ക്. ഓക്കെ, മെമ്പർഷിപ്പ് ഫീസ് പെയ്ഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും മെമ്പർഷിപ്പ് ഫീസ് ആയിരിക്കും പേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇവർ എന്ത് ചെയ്യും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലബിൽ പത്രം ഇടണമെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കണ്ടേ, അതായിരിക്കാം. അതേപോലെ പത്രം അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസീൻസ്, അതിനു വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയും എടുക്കാം. ഓക്കെ, അതാണ് ഇവിടെ മെമ്പർഷിപ്പ് ഫീസ് പറഞ്ഞ എക്സ്പെൻഡിച്ചർ ആണ്. അതൊക്കെ തന്ന് ഫിക്സഡ് അസറ്റ് നെറ്റ് 5 ലക്ഷം. ഓക്കെ, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആസ് ഓൺ 1/4/2015 ആണ് നമുക്ക് തന്നത്. 1/4/2015 എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലെ ഡീറ്റെയിൽസ് ആണ് തരുന്നത്. ഓക്കെ, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലെ ഡീറ്റെയിൽസ് ആണ് തരുന്നത്, മക്കളെ ശ്രദ്ധിക്കണം. അടുത്ത ഐറ്റം സ്റ്റോക്ക് 3,80,000. സ്റ്റോക്ക് എന്ന് പറയുന്നത് 3,80,000 ഉണ്ട്. എന്തോ ഐറ്റത്തിന്റെ സ്റ്റോക്ക് ആണ് പറയുന്നത്, ശ്രദ്ധിക്കല്ലാവും. ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ 12% ഗവൺമെന്റ് സെക്യൂരിറ്റീസ് 5 lakh rupees. ഓക്കെ, എപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം 5 lakhന്റെ 12% എന്ന് പറയുമ്പോൾ 60,000 rupees. നിങ്ങൾ നോക്കിയാട്ടെ, ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് 58,000 ആവുള്ളൂ. അത്രേ ഉള്ളൂ, 58,000 ആവുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെ ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരും. ഇൻട്രസ്റ്റ് അക്രൂഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരും. ഇൻട്രസ്റ്റ് കിട്ടാനുള്ളത് 60,000, കിട്ടിയത് 58,000, 2,000 കിട്ടിയിട്ടില്ല. ഓക്കെ, കഴിഞ്ഞ പോലത്തെ എന്തെങ്കിലും കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് നോക്കിയിട്ട് പറയാം. നെക്സ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ 12,000. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എന്താ ട്രീറ്റ് ചെയ്യുന്നത്, പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഉണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സിന്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ്. ഓക്കെ, എൻട്രൻസ് ഡൊണേഷൻ റിസീവ്ഡ് പെൻഡിങ് മെമ്പർഷിപ്പ്. അതായത് എൻട്രൻസ് ഡൊണേഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല.
മെമ്പർഷിപ്പ് കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു എമൗണ്ട് റിസീവ്ഡ് അല്ലേ, പെൻഡിങ് മെമ്പർഷിപ്പ് അല്ലേ, അതൊരു ലയബിലിറ്റി ആണ്, നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവും. ഇനി അത് എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് പിന്നെ ചിന്തിക്കാം. അഡ്ജസ്റ്റ്മെന്റ് വായിച്ചിട്ട് ചിന്തിക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യും മക്കളെ, എല്ലാ കാര്യങ്ങളും ഞാൻ പറയും, അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഗ്രാറ്റുവിറ്റി ഫണ്ട് എന്ന് പറയുമ്പോൾ ലാബിലിറ്റി ആണ്. അത് 1,50,000 ഉണ്ട്. അത് ലാബിലിറ്റീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഗ്രാറ്റുവിറ്റി ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് എന്ത് ചെയ്യണം, ഒരു ഗ്രാറ്റുവിറ്റി എമൗണ്ട് കൊടുക്കണം. അത് എംപ്ലോയീസ് ആക്ട് പ്രകാരം കൊടുക്കേണ്ടതാണ്. അത് നിങ്ങൾ ഇന്റർമീഡിയറ്റിൽ പഠിക്കും. തൽക്കാലം നിങ്ങൾ വിചാരിച്ചാൽ മതി, അതിനു വേണ്ടി മാറ്റി വെക്കുന്ന എമൗണ്ട് ഗ്രാറ്റുവിറ്റി, എംപ്ലോയീസിന് കൊടുക്കുന്ന ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്ന എമൗണ്ട് എന്ത്, ഗ്രാറ്റുവിറ്റി ഫണ്ട് 1,50,000. The following adjustments have to be made while drawing up the accounts. Subscription received in advance as on 31st March 2016 was 18,000. Adjustment നിങ്ങൾക്ക് അറിയാം. Outstanding subscription as on 31st March 2016 was 7,000. അതും നിങ്ങൾക്ക് അറിയാം. ഓക്കെ മക്കളെ, ഇപ്പൊ ഞാൻ ഓൾറെഡി വായിച്ച എല്ലാ ഡീറ്റെയിൽസും അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ഇനി വായിക്കുന്നതും അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് ആർ സാലറീസ് 8,000, ഇലക്ട്രിസിറ്റി 15,000. നിങ്ങൾക്ക് അറിയാം, ഇതെല്ലാം ഈ കൊല്ലത്താണ് അവർ പറയുന്നത്. ഓക്കെ, ഇതെല്ലാം ഈ കൊല്ലത്താണ് പറയുന്നത്. ഈ കൊല്ലത്തെ ഔട്ട്സ്റ്റാൻഡിംഗ്, കറണ്ട് ഇയർ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് പറയുന്നത്. അത് എന്ത് ചെയ്യാൻ നിങ്ങൾ ചിന്തിക്കാം. ഓക്കെ, അറിയുന്ന കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യാം. പിന്നെ പറയുന്ന വെച്ചാൽ അടുത്ത ശ്രദ്ധിച്ചോ, 50% ഓഫ് ദി എൻട്രൻസ് ഡൊണേഷൻ വാസ് ടു ബി ക്യാപിറ്റലൈസ്ഡ്. ക്യാപിറ്റലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഫണ്ട് കൂടെ ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ട് എൻട്രൻസ് ഫീ ആയിട്ട് കാണിക്കണം. ബാക്കി 50% ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാം. നമ്മളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സ്പെസിഫിക് ആയിട്ട് എൻട്രൻസ് ഫീക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് പറയുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യും. There was no pending membership as on 31st March 2016. അത് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഓൾറെഡി 1,00,000 കഴിഞ്ഞ കിട്ടിയത് മെമ്പർഷിപ്പ് പെൻഡിങ് ഉണ്ട്. ഈ കൊല്ലം അത് എത്ര കിട്ടിയിട്ടുണ്ട്, അതേപോലെ ഈ കൊല്ലം കിട്ടിയത് എത്രയാ നോക്കിയിട്ട് നിങ്ങൾ, 1,00,000 ഈ കൊല്ലവും കിട്ടിയിട്ടുണ്ട്. ഈ കൊല്ലം 1,00,000 കിട്ടിയിട്ടുണ്ട്, കഴിഞ്ഞ കൊല്ലത്ത് 1,00,000 പെൻഡിങ് ഉണ്ട്. അത് രണ്ടും കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇനി ബാക്കിയൊന്നും ഇല്ല. അതായത് ഈ 2,00,000 നമ്മൾ എന്ത് ചെയ്യണം, ആ 2,00,000ന്റെ 50% നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ട്രീറ്റ് ചെയ്യണം. അതേപോലെ അതിന്റെ 50% നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ഷീറ്റ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്നിട്ട് ലാബിലിറ്റീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എൻട്രൻസ് ഫീ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ടിന്റെ കൂടെ ആഡ് ചെയ്തു. ബെറ്റർ എൻട്രൻസ് ഫീ എന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത കാര്യം എന്ന് വെച്ചാൽ, the cost of assets sold net as on 1/4/2015 was 10,000. അതായത് നെറ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്രീസിയേഷൻ എല്ലാം കഴിച്ചതിന് ശേഷം ഓക്കെ, നമ്മൾ വിറ്റ് അസറ്റ് വിറ്റ് എത്ര പൈസ, 8,000 രൂപക്ക്. അതിന്റെ കോസ്റ്റ് എത്രയാ, 10,000 രൂപ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടം 2,000 രൂപ. അസറ്റിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം മക്കളെ, അസറ്റിന്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, 2,000 നഷ്ടം എന്നുള്ളത് മനസ്സിലായി. നമ്മൾ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് എന്ന് പറയുമ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. ഓക്കെ, depreciation is to be covered at the rate of 10% on assets. Okay, അസറ്റിന്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, എത്രയാണ് വിറ്റതെന്ന് തന്നിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും തന്നതിന് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, വേറൊന്നും പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തതാണ്. ഇനി ഇതെന്താ സാറേ, ഇപ്പൊ ഇതുവരെ ട്രെയിലർ എന്നല്ല കഴിഞ്ഞത്, ഏകദേശം കഴിഞ്ഞ് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ വായിക്കാനായിരുന്നു. A sum of 20,000 received in October 2015. ഒക്ടോബർ 2015 വേണ്ടി 20,000 രൂപ കിട്ടിയ എൻട്രൻസ് ഡൊണേഷൻ ആയിട്ട് ഒരാളെ കയ്യിൽ നിന്ന് from an applicant was to be refunded as he has not fulfilled the requisite membership qualifications. അതായത് ചില ക്ലബിലേക്ക് മെമ്പർ ആയിട്ട് എടുക്കുമ്പോൾ അവർക്ക് ചില ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ടാവും. ചില ക്വാളിഫിക്കേഷൻസ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് അല്ല. ഇപ്പം ആർക്ക് വേണമെങ്കിലും മെമ്പർ ആവും, ഒരു പെർട്ടിക്കുലർ ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രം പോരാ, അവരെ ക്യാരക്ടർ നമ്മളൊന്ന് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യണം. ഒരു കഞ്ചാവ് അല്ലെങ്കിൽ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് നമ്മൾ ക്ലബിന്റെ മെമ്പർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പുറത്തുനിന്ന് ആൾക്കാർ പറയും ആ ക്ലബിലുള്ള എല്ലാവരും അങ്ങനെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, എന്നിട്ട് പറയുന്നത് റീഫണ്ട് വാസ് മെയ്ഡ് ഓൺ 3/6/2016. ആ 20,000 രൂപ ഒരാൾ തന്ന്, ഞാൻ പറഞ്ഞു നിങ്ങൾ മെമ്പറായിട്ട് എടുക്കാൻ പറ്റൂല, നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യാം, തിരിച്ച് പൈസ തരാം. എന്നിട്ട് അയാൾക്ക് എന്ത് ചെയ്തു, തിരിച്ചായി 20,000 കൊടുത്തു. ഒരു കാര്യം മനസ്സിലായിക്കോ, 2 lakh rupees നമ്മൾ എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞിട്ട് കിട്ടിയത്, അതിൽ നിന്ന് 20,000 നമ്മൾ തിരിച്ചു കൊടുത്തു. ബാക്കി 1,80,000 ആണ് ആ ട്രീറ്റ്മെന്റ് എന്തായാലും ചെയ്യേണ്ട ആവശ്യം. ഞാൻ നേരത്തെ പറഞ്ഞത് 2,00,000 ചെയ്യണമെന്നാണ്, അത് ഞാൻ ഫുള്ള് വായിക്കാത്തതാണ്. അത് ഞാൻ ഫുള്ള് അന്നേരം വായിച്ചിട്ടില്ല, അതുകൊണ്ടാണ് പറയുന്നത്. എൻട്രൻസ് ഫീ കൊല്ലം കിട്ടിയത് 1 lakh, കഴിഞ്ഞ പെൻഡിങ് ആയിട്ടുള്ളത് 1 lakh, ടോട്ടൽ എത്ര 2 lakhs. ഇതിൽ നിന്ന് 20,000 തിരിച്ചു കൊടുത്തു. തിരിച്ചോട്ടില്ല ജേണൽ എൻട്രി നിങ്ങൾ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോൾ 1,80,000 ആണ്. ഈ 1,80,000 നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 1,80,000 നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
അതിന്റെ 50% income and expenditure account, 50% balance sheet capital receipt not treat ചെയ്യാം. Purchases made during the year amounted to 15 lakhs. The value of closing stock was 2,10,000. Okay, opening stock തന്നിട്ടുണ്ട്, purchase തന്നിട്ടുണ്ട്, closing stock തന്നിട്ടുണ്ട്. സർ മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വെയിറ്റ് ചെയ്യും, ഒരു കാര്യം പറഞ്ഞാൽ ഇതെല്ലാം റിലേറ്റഡ് ടു ഒരു കാര്യം മനസ്സിലാക്കിയോ, ഇതൊക്കെ റിലേറ്റഡ് ടു വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീപ്റ്റ്സ് അറ്റ് കോഫി റൂം, സോഫ്റ്റ് ഡ്രിങ്ക്സ്, സ്വിമ്മിംഗ് പൂൾ, ടെന്നീസ് കോർട്ട്, ഈ 4 കാര്യത്തിന് റിലേറ്റഡ് ആണ് ഈ കാര്യങ്ങൾ. ഓക്കെ, വെയിറ്റ് ചെയ്യും മക്കൾ, ഒരു വെയിറ്റ്. അതായത് ഈ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് റിലേറ്റഡ് ടു റിസീപ്റ്റ്സ് അറ്റ് ഈ 4 കാര്യങ്ങളാണ്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ചിലപ്പം ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടാവും. ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ചെയ്താൽ മതി. ഓപ്പണിംഗ് സ്റ്റോക്ക് അങ്ങനത്തെ കാര്യങ്ങളും അതേപോലെ ഫുൾ ട്രേഡിംഗ് ആക്ടിവിറ്റി ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, സർ ഇതെങ്ങനെ സാറിന് ഇങ്ങനെ മനസ്സിലായത്, ഒരു കാര്യം മനസ്സിലാക്കി. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, അതേപോലെ പർച്ചേസ് ഉണ്ട്. ഇത് മൂന്നും എന്ത് റിലേറ്റഡ് ആണ് നമുക്കൊന്നും പറയുന്നില്ല. പിന്നെ പക്ഷെ അതിന് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് എസ്യൂം ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്തെല്ലോ സെയിൽ നടത്തിയിട്ടുണ്ട്. എന്താ നടന്നിട്ട്, കോഫി റൂമിൽ എന്തെല്ലോ സെയിൽ നടന്നിട്ട്, സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ സെയിൽസ് നടന്നിട്ട്, സ്വിമ്മിംഗ് പൂളിന്റെ വാടക കൊടുക്കുന്നുണ്ട്, ടെന്നീസ് കോർട്ടും വാടക കൊടുക്കുന്നുണ്ട്. ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ 4 കാര്യങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് റിസീപ്റ്റ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതിന് പകരം ഓക്കെ ഈ 4 കാര്യങ്ങളും അതേപോലെ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, ക്ലോസിംഗ് സ്റ്റോക്ക് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാക്കുക, ട്രേഡിംഗ് റിസൾട്ട്. എന്നിട്ട് അതിന്റെ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്, ഓക്കെ സർപ്ലസ് ഓർ ഡെഫിസിറ്റ്, അതിന് കിട്ടുന്ന പ്രോഫിറ്റ് ഓർ ലോസ്, അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ ഇൻകം എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ട്രീറ്റ് ചെയ്താൽ മതി. ഏതുപോലെ ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ഓർ ലോസ് കിട്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യും. ഗ്രോസ് ലോസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡ് ഓഫ് ഗ്രോസ് ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ട്രീറ്റ് ചെയ്യും. അതേപോലെ ഓക്കെ മക്കളെ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇനി പിന്നെ പറയുന്നത് the club as a matter of policy charges off to income and expenditure account all purchases made on account of crockery, cutlery, glass and linen in the year of purchase. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ക്രോക്കറി, കട്ട്ലറി, ഗ്ലാസ്, ലിനൻ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഫിക്സഡ് അസറ്റ് ആയിട്ടും ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ആയിട്ടും ട്രീറ്റ് ചെയ്യാം. ഫിക്സഡ് അസറ്റ് എങ്ങനെ സാർ, ചില ആൾക്കാർ എന്ത് ചെയ്യും, ചില ഹോട്ടലിലെല്ലാം പോയി കഴിഞ്ഞാൽ അവിടുത്തുള്ള ലിനൻ തുണിയെല്ലാം നമുക്ക് അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് കുറെ കൊല്ലായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്, അത്രക്കും പൈക സാധനം. അതായത് അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫിക്സഡ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പക്ഷെ നമ്മുടെ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്ലബ്ബാണ്, അതായത് ഇടക്കിടക്ക് മാറ്റുന്ന ക്ലബ്ബാണ്. ആ ക്ലബ്ബ് എന്താ പറയുക വെച്ചാല് നമ്മള് കട്ട്ലറി, ക്രോക്കറി, ഗ്ലാസ്, ലിനൻ ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഏത് കൊല്ലാണോ പർച്ചേസ് അത് ആ കൊല്ലം തന്നെ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്തോ. അതൊന്നും ഫിക്സഡ് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് നിങ്ങൾ ബാലൻസ് ഷീറ്റ് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, എല്ലാ കാര്യങ്ങളും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതിന്. ഓക്കെ, വലിയ സംഭവങ്ങളൊന്നുമില്ല. ശ്രദ്ധിക്കേണ്ട ഒന്ന് എൻട്രൻസ് ഫീ റിലേറ്റഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഐറ്റംസ് ആണ്. വേറെ ഒന്നും പിന്നെ ഫിക്സഡ് അസറ്റ് റിലേറ്റഡ് ആയിട്ട് അസറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ബാക്കി എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഇന്നർ ക്വാളിറ്റി ട്രീറ്റ് ചെയ്തതിനു ശേഷം ആഡ് മൈനസ് എല്ലാം ചെയ്യാം. സെയിം കോൺസെപ്റ്റ് ആഡ് മൈനസും ചെയ്യുമ്പോൾ ഓക്കെ. പിന്നെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് മാത്രം ട്രീറ്റ് ചെയ്യരുത്, ഒന്നും പറയുന്നില്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും ട്രീറ്റ് ചെയ്യണം, അത് മറക്കരുത്. ഓക്കെ, ബാക്കിയൊന്നും എനിക്ക് പറയാനില്ല. ബാക്കി എല്ലാം ട്രീറ്റ് ചെയ്തതാണ് അല്ലെങ്കിൽ എല്ലാം പഠിപ്പിച്ചു തന്നതാണ്. മെയിൻ ആയിട്ട് വേണ്ടത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ്. പിന്നെ വർക്കിംഗോട് ഒന്ന് ഫിക്സഡ് അസറ്റിന്റെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തോ, അതാണ് ബെറ്റർ. പിന്നെ ട്രേഡിംഗ് റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രേഡിംഗ് അക്കൗണ്ട്, സ്മോൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തോ. പിന്നെ മൂന്നാമത്തെ എന്താന്ന് വെച്ചാൽ വേറെ മെയിൻ ആയിട്ട് ഒന്നിനും വർക്കിംഗ് നോട്ടൊന്നും വേണ്ട. ബാക്കിയെല്ലാം നമ്മുടെ ഈ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് ആഡ് മൈനസും ചെയ്യലാണ്. എപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഓക്കെ, സൺഡേ ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, എമൗണ്ട് പേ ടു ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, പെർച്ചേസും ഓൾറെഡി തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് തന്നിട്ടില്ല. പക്ഷെ ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കാം, ഞാൻ പഠിപ്പിച്ചെന്ന പോലെ ക്രെഡിറ്റേഴ്സിന്റെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ മിനിമം 4 ഐറ്റംസ് ഉണ്ടാവാം. 4 ഐറ്റത്തിൽ 3 ഐറ്റംസ് തന്നിട്ടുണ്ട്, ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് ഓപ്പണിംഗ് തന്നിട്ടുണ്ട്, പെർച്ചേസ് തന്നിട്ടുണ്ട്, പിന്നെ എമൗണ്ട് പേ ടു ക്രെഡിറ്റേഴ്സും തന്നിട്ടുണ്ട്, ബാലൻസ് ക്ലോസിംഗ് ബാലൻസ്. സാറിനോട് ആരാ പറഞ്ഞ എല്ലാ പെർച്ചേസും ക്രെഡിറ്റ് പെർച്ചേസ് ആണ്? Purchase made during the year amounted to 15 lakhs എന്നാ പറയും. സാർ എങ്ങനെയാ പറയുന്നത്? അന്നേരം അതില് എത്രയാണ് ക്യാഷ് പെർച്ചേസ്, എത്രയാ ക്രെഡിറ്റ് പെർച്ചേസ്? മക്കളെ നമുക്കിവിടെ ആൻസർ കിട്ടിയേ പറ്റും. അതുകൊണ്ട് നമ്മൾ എസ്യൂം ചെയ്യുന്നത് ഫുൾ പെർച്ചേസ് ക്രെഡിറ്റ് പെർച്ചേസ് ആണ്. മക്കളെ ഇത് നോട്ടാണ്.
ഓക്കെ, ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എനിക്കിപ്പോൾ നിങ്ങൾ ട്രാപ്പ് ആയിരുന്നു. നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് ഫുൾ പെർച്ചേസ് ക്രെഡിറ്റ് പെർച്ചേസ് ആണ്. അങ്ങനെയാണെങ്കിൽ മാത്രം നമുക്ക് ക്രെഡിറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. നിങ്ങൾ IPCC ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ചാപ്റ്റർ പറയും അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ്. അസംഷൻസിനെ കൊണ്ടുള്ള ഒരു അമ്മാനമാണ് വേണമെങ്കിൽ ഞാൻ ആ ടോപ്പിക് എടുക്കുന്നത്. ഓക്കെ, പറയുന്നത് ശ്രദ്ധിച്ചോ. പെർച്ചേസ് മെയ്ഡ് ഡ്യൂറിംഗ് ദി ഇയർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ക്രെഡിറ്റ് പെർച്ചേസ് ആണെന്നൊന്നും പറയുന്നില്ല. ഒരു പെർച്ചേസിൽ 2 പെർച്ചേസ് ഉണ്ടാവും, ക്യാഷ് പെർച്ചേസ്, ക്രെഡിറ്റ് പെർച്ചേസ്. ഓക്കെ, ക്യാഷ് പെർച്ചേസ്, ക്രെഡിറ്റ് പെർച്ചേസ് ഒന്നും പറയുന്നില്ല. ഓക്കെ, നമുക്ക് അസ്യൂം ചെയ്യുന്നത്, നമുക്ക് ആൻസറിലേക്കാണ് പോകേണ്ടത്. ആൻസറിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് പെർച്ചേസ് ആയിട്ട് അസ്യൂം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്രെഡിറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. എന്തിനാ സാറേ ക്രെഡിറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ്? ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കണം, അല്ലെങ്കിൽ ടാലി ആവില്ല. ഓക്കെ.